അമൃതതൻ രുചിമേളം. ഹലോ എവരിവൺ, വെൽക്കം ടു ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. ഈസ്റ്റേൺ രുചിയോണത്തിൽ സ്വാദിഷ്ടമായ മറ്റൊരു വിഭവമായി ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. കാരണം ആളെ ഞാൻ ഒരു ഓൾ റൗണ്ടർ എന്ന് തന്നെ വിശേഷിപ്പിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ആളൊരു ഡാൻസർ ആണ്, ആക്ടർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, വ്ളോഗർ ആണ്. അങ്ങനെ കുറേ ടാഗ് ലൈൻസ് ഉണ്ട്. നമുക്ക് എവർക്കും പ്രിയപ്പെട്ട അമൃത ടിവിയുടെ സ്വന്തം സൗഭാഗ്യ വെങ്കടേഷ്. രുചിയോണം നമസ്കാരം. താങ്ക് യു സോ മച്ച് കേട്ടോ, അമൃത ടിവിയുടെ സ്വന്തം എന്ന് പറഞ്ഞു. യെസ്, കാരണം അമൃത ടിവിയുടെ സ്വന്തമാണ് സൗഭാഗ്യ. അപ്പൊ വെൽക്കം ടു ഈസ്റ്റേൺ രുചിയോണം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ നേരത്തെ കുറച്ച് ടാഗ് ലൈൻസ് ഒക്കെ കൊടുത്തല്ലോ. ഓൾ റൗണ്ടർ ആണ്. ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നു? ഓൾ റൗണ്ടർ എന്ന് പറയണോ? ഇന്ന് പക്ഷെ സദ്യയില് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് സൗഭാഗ്യ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് പ്രേക്ഷകരോട് പറഞ്ഞോളൂ. മാംഗോ പിക്കിൾ ആണ്. മാംഗോ പിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പ്രേക്ഷകർക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. എന്തായാലും ആദ്യം തന്നെ വേണ്ടത് മാങ്ങ, കാശ്മീരി ചില്ലി, ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഈസ്റ്റ് ഉണ്ട്, pickle powder. അതെ. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കായപ്പൊടി, ഇതൊക്കെയാണ്. വിനാഗിരി പിന്നെ നല്ലെണ്ണയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങണം. അപ്പൊ ആദ്യം എന്താ ഞാൻ എടുത്തത്? നമുക്ക് ആദ്യം അത് മിക്സ് ചെയ്യാണ് ചെയ്യണം. ഓക്കെ, ഈ ബൗളിലേക്ക് ഇട്ടു. നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ആക്കുക. Yeah. ഇപ്പൊ തന്നെ കേൾക്കുമ്പോ നല്ല രുചിയായിരിക്കും. ഇനി നമുക്ക് ഈസ്റ്റ് കാശ്മീരി ചില്ലി. ഓക്കെ, അപ്പൊ തന്നെ നല്ല കളർ കിട്ടും. ഇതുപോലെ ഒരു കളർ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്താൽ കിട്ടില്ല. കിട്ടില്ല, സത്യം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളിവിടെ മാറ്റി വെക്കുകയാണ്. നമുക്കിനി ഈ പാനിലേക്ക് ഓക്കെ, ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിക്കാം. ഓക്കെ, കണക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ, എന്നാലും നമുക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂല എത്ര വേണം അല്ലേ? നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിന്റെ അകത്തോട്ട് കടുകിടാം. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മളെ കടുക് ഇടാൻ പോവാണ്. അങ്ങനെ കടുക്. ഇനി അടുത്ത എന്താ? നമുക്ക് ഇഞ്ചി. ഓക്കെ, കുറച്ച് ഇഞ്ചി. എനിക്ക് വെളുത്തുള്ളി മസ്റ്റാണ്. ചിലർക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടണം ഇഷ്ടമല്ല, ഇങ്ങനെ ചതച്ചിട്ട് ആ ഒരു ഇത് രീതി കിട്ടണത് ഇഷ്ടമാണ്. കരിവേപ്പില. ഓക്കെ, പിന്നെന്താ ഇടട്ടെ? എനിക്ക് ഇഷ്ടം കരിവേപ്പില. ഇനി വേണോ? എനിക്ക് എന്റെ മോൾ ഓർമ്മ വരും കേട്ടോ. ഞാൻ ഇടട്ടെ മമ്മ, ഞാൻ ഇടട്ടെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇവിടെ രാജാവ് പിക്കിൾ പൗഡർ. യെസ്, ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് 90% ജോബ് ചെയ്യുന്ന ആള് ഇദ്ദേഹമാണ്. 10% ഇതിലാണ് എല്ലാ രുചി ഇരിക്കുന്നത്. ഈസ്റ്റേണിന് ഞങ്ങൾ എല്ലാം സമർപ്പിക്കുന്നു. ഇത് ആഡ് ചെയ്യാൻ എനിക്ക് അതിന്റെ കണക്ക് അങ്ങനെ പറയുന്നില്ല, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. നമ്മുടെ മാങ്ങയുടെ അല്ലേ, മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് പിക്കിൾ പൗഡറിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ഒന്ന് ഗസ് ചെയ്തെടുക്കേണ്ടതാട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ആഡ് ചെയ്തു. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഓക്കെ, ഇതിലൊക്കെ ശകലം കായം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാരും ചെയ്യാറുണ്ടെന്നല്ല ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു. അപ്പൊ നമ്മള് ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ഇട്ടതിന് ശേഷം ഇപ്പൊ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാട്ടോ. ഓക്കെ, ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൈയെടുത്ത് മിക്സ് ചെയ്ത് നമ്മളെല്ലാം മുളക് പൊടി, മഞ്ഞപ്പൊടിയും ഞാനിടാം. ഓക്കെ, ഇനി ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല നല്ല മണം വരുന്നുണ്ടല്ലേ. ഓക്കെ, നല്ല അച്ചാറിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഇപ്പൊ തന്നെ. നമുക്ക് ഇതിലേക്ക് ശകലം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാറിന് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. കാരണം ഓണം സദ്യക്ക് മാത്രല്ല, അല്ലാണ്ട് തന്നെ ഇപ്പൊ നമ്മളെ എവിടെയെങ്കിലും ദൂരേക്കൊക്കെ പോകുമ്പോ ആദ്യം തന്നെ വീട്ടിലെ അമ്മമാരുണ്ടാക്കി തന്നെ സത്യം അല്ലെ 3 കൂട്ടം അച്ചാറുകളാണ്. ഇനി ഓഫ് ചെയ്യാം. നമ്മൾ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് കൂൾ ആയതിനു ശേഷമാണ് നമ്മൾ ഇനി വിനീഗർ ആഡ് ചെയ്യാൻ പോകുന്നത്. പല രീതിയിലല്ലേ, പല രീതിയിൽ മാങ്ങാച്ചാർ വെക്കുന്നവരുണ്ട്. ഇപ്പം സൗഭാഗ്യ ചേച്ചിയുടെ ഒരു വേർഷൻ ഓഫ് മാങ്ങാച്ചാറാണ് നമ്മൾ ഈസ്റ്റേൺ രുചിയോണത്തിൽ കാണുന്നത്. ഓക്കെ,
അപ്പൊ ഈസ്റ്റേൺ രുചിയോണത്തില് നമ്മുടെ സൗഭാഗ്യ ചേച്ചിയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറ് സദ്യക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവമാണ്. ഇതിലൂടെ വേണം ഇനി അടുത്ത കറികളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ കൈകളിൽ കൊണ്ടുപോകാനായിട്ട്. ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡിഷ് അല്ലേ, രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു. അപ്പൊ മാങ്ങാച്ചാറാണ് അല്ലെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഓണ സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പൊ നമുക്കൊന്ന് സെർവ് ചെയ്താലോ? രുചിയോണം അമൃതതൻ രുചിമേളം. അടിപൊളി. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ഇങ്ങനെ കെന്നയും സൗഭാഗ്യം കൂടെ മനുഷ്യനെ കൊതിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, കുക്ക് ചെയ്ത ആള് തന്നെ ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്തോളൂ. കോമ്പിനേഷൻ കണ്ടോ? ഓ അതെ, ഞാനും എടുക്കായിരുന്നു, കുഴപ്പമില്ല. ഞാൻ തന്നെയാണോ കുക്ക് ചെയ്തത്? അത്തം മുതൽ ഇനി തിരുവോണം വരെ ഞങ്ങൾ എല്ലാവരും അമൃത TV എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലത്ത് കരുതുന്ന ഒരു ഓണ സമ്മാനമാണ് ഈസ്റ്റേൺ രുചി ഓണം. അപ്പം അടിപൊളിയാവട്ടെ അല്ലെ. നല്ല സ്വാദിഷ്ടമായ മാങ്ങാച്ചാർ ഉണ്ടാക്കി തന്ന സൗഭാഗ്യ ചേച്ചിക്ക് ഒരു സമ്മാനം കൂടെ തരികയാണ്. ഓക്കെ, ഈസ്റ്റേൺ തരുന്ന ഒരു സമ്മാനമാണ്. യെസ്, ഒരു ബ്യൂട്ടിഫുൾ ഹാമ്പർ ആണ്. ഈസ്റ്റേൺ ഈ ഓണം മധുരിക്കട്ടെ. അമൃത TV ഓണം വന്നേ. ഈസ്റ്റേൺ രുചി ഓണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ അങ്ങനെ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ അടിപൊളിയായിട്ടല്ലേ നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി എന്താ പറയാ, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെ ഒരു ഓണം ആകട്ടെ എന്ന് ഞങ്ങൾ അമൃത TVയുടെ എല്ലാ പ്രേക്ഷകരും ഒന്നിച്ച് ആശംസിക്കുകയാണ്. അപ്പൊ ഇനിയും വരണം, തീർച്ചയായിട്ടും ഇനി വരണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അമൃത TVയുടെ തന്നെ കുട്ടിയാണ് ഇത്. കൊള്ളാം, സക്സസ്ഫുൾ. ഓക്കെ, അപ്പൊ ഇനി പുതിയൊരു നല്ലൊരു വിഭവമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ യോണം അമൃതതൻ രുചിമേളം.